ഗൈസ് നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്താണെങ്കിലും ഇപ്പം പല വിഷയത്തെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഇപ്പം ഒരു വിഭാഗത്തിന് അത് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം, അതിനെ വിയോജിക്കുന്നവരുണ്ടാകാം. ആക്ച്വലി അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പം എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാനും കഴിയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. സോ അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ മുമ്പ് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അത് കൺവേ ആയിട്ടുള്ളത് ആളുകളിലേക്ക്, കുറച്ച് ആളുകളിലേക്ക് അല്ലെങ്കിലും കൺവേ ചെയ്യപ്പെട്ടത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല എന്നുള്ളത്. ഞാനിപ്പം പറഞ്ഞു വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുള്ള ലൂക്ക മേച്ചൻ, രാഹുൽ KP ആ ഒരു സംഭവമായിട്ട് ആയിട്ട വീഡിയോ പറ്റിയാണ്. ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള 500+ കമൻസിൽ ഒരു 40 or 50% ഇപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയമല്ല അവർക്ക് കൺവേ ആയെങ്കിൽ ഐ ബിലീവ് ഐ ഷുഡ് എന്താ പറയുക തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഇനിയും ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നതിൽ കുറച്ച് വിഷമമുണ്ട്. കാരണം ഇത് ഇത്ര കണ്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലൂക്ക മേച്ചൻ, രാഹുൽ KP ആ ഒരു വിഷയത്തിൽ ആ ഒരു ഇഞ്ചുറി സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫൗൾ സംഭവിക്കുന്ന ഇൻസിഡൻറ്റിൽ അത് ചില ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു റീൽസായിട്ട് ഷോർട്സായിട്ടൊക്കെ വരുന്നു. അതിന് ഭയങ്കരമായിട്ടുള്ളൊരു പിന്തുണ സംഭവങ്ങളൊക്കെ കിട്ടുന്നു. അപ്പം അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ അത് എന്നുള്ള നിലയിൽ സംസാരിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ആ ഒരു ഫൗളിനെ പറ്റി ജസ്റ്റ് ഞാൻ പരാമർശിച്ചിരുന്നു. അതായത് ഞാൻ സ്റ്റേജിലിരുന്ന് കണ്ട ഒരു സമയത്ത് അത് ഒഴിവാക്കാവുന്നൊരു ഫൗളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ലൂക്ക മേച്ചൻ്റെ ആ ഒരു കിടപ്പുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീതി ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് അത് ആക്ച്വലി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചൊരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ ഇത് എന്നുള്ളത്. അതൊരു ഒഴിവാക്കാൻ പറ്റുന്ന ഇൻസിഡൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ തോന്നിയിട്ടുള്ള കാര്യം എന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബോഡി കോണ്ടാക്ട് ഉള്ളൊരു ഗെയിമാണ്. അത് പലരും കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ KPയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം എല്ലാ ബോളും കമ്മിറ്റ് ചെയ്യാൻ നിൽക്കുന്നൊരു പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൊക്കെ പലർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും ഈ ഒരു അഗ്രഷൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകുമെന്ന് ഉള്ളത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണോ അല്ലാതെ ചെയ്തതാണോ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് എക്സ്പേർട്സിൻ്റെ അടുത്തും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കമൻസിലൊക്കെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ കണ്ടു. പക്ഷെ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴത്തേക്കും ഒരു പ്ലെയറിനെ ഹാമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ആ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഡിസിപ്ലിനറി കമ്മിറ്റി ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എന്നുള്ളത് കണ്ടു നോക്കാമെന്നുള്ളത്. സോ ആ വിഷയത്തിൽ കൂടി ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ AFF ഡിസിപ്ലിനറി കമ്മിറ്റി ഏതൊരു ഇൻസിഡൻറ്റ് വരുമ്പോഴാണ് ഇപ്പോൾ പ്ലേയേഴ്സിന് ഇപ്പോൾ ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ അതിന് അപ്പുറത്തേക്ക് ഒരു ഇപ്പോൾ ചില 3 മാച്ച് സസ്പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്ന രീതി വരുന്നത്. അപ്പം അത് സാധാരണഗതിയിൽ ഒരു കളിയിലുണ്ടാകുന്ന ഇൻസിഡൻറ്റിന് അപ്പുറത്തേക്കും ആ ഒരു ഫൗൾ വിസിൽ അടിച്ചതിന് ശേഷം പിന്നുണ്ടാകുന്ന ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള പെട്ടെന്ന് വന്നിട്ട് എന്താ പറയുക ഒരു ബോൾ മൊമെൻ്റ് ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റിൻ്റെയൊക്കെ പുറത്താണ് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സസ്പെൻഷൻ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം KBFCയുടെ തന്നെ നോവച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുംബൈ സിറ്റി FCയുടെ പ്ലെയറിനും മോഹൻ ബഗാൻ്റെ പ്ലെയറിനും അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഡിസിപ്ലിനറി കമ്മിറ്റി ആക്ഷൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമല്ല ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം. അതുപോലെ തന്നെ പലരും കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലാസ്റ്റ് സീസണിൽ വിപിൻ മോഹനെ സിർക്കോവിച്ച് ഫൗൾ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ഇത്രയും ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ആക്ച്വലി ഭയങ്കര റിഡിക്കുലസ് ആയിട്ടുള്ളൊരു ഫൗള് തന്നെയാണ്. അതിൽ ഒരു യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അത് മറ്റൊരു വിരോധാഭാസം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ലാസ്റ്റ് വീഡിയോയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാണ്ട് പോയതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചാളുകളിലേക്കെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയതുകൊണ്ടാണ് ആ ഒരു വിഷയം ഇപ്പം ചെന്നൈയിൻ്റെ ആരാധകരോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ എതിർക്കുന്ന ആളുകളോ ഒക്കെ എടുത്ത്
നോർമലൈസ് ചെയ്യുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെതിരെ സംസാരിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ വീഡിയോസിൽ പരാമർശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാര്യം എടുത്ത് സംസാരിക്കേണ്ടി വന്നത്, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, ചില ഫാൻസെങ്കിലും അത് ചെയ്യുന്നു, അപ്പം അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. സോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കുറച്ചെങ്കിലും ആളുകൾക്ക് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഐ ആം റെസ്പോൺസിബിൾ എന്ന നിലയ്ക്കാണ് ഒരു ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്തത്. ഐ തിങ്ക് ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു കാര്യം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം ഇനി മുന്നോട്ട് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല, അതവിടെ കഴിഞ്ഞ കാര്യമാണ്. പിന്നെ രാഹുലിനും അല്ലെങ്കിൽ KBFCക്കും എല്ലാവർക്കും അടുത്ത ഗെയിമിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സനി.